ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഗ്രീൻ ഗ്രാമ്പു റെഡ് കൗബീനോ എങ്ങനെയാണ് ഈസി മെത്തേഡിൽ ഗ്രോ ചെയ്തെടുക്കാനാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ 2 ബാസ്ക്കറ്റ് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് 1 ടിഷ്യൂ ഇവിടെ ഇങ്ങനെ ലേ ചെയ്യണം. എന്നിട്ട് ആദ്യം നമ്മൾ ഇത് ഇങ്ങനെ കൊട്ടണം. ഇത് ഞാൻ വാഷ് ചെയ്തെടുത്ത ഇതാണ്. നെക്സ്റ്റ് നമ്മൾ 1 ടിഷ്യൂ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. ഇത് കുറച്ച് ഇങ്ങനെ ഓക്കെ. നമ്മൾ ഇതെടുത്തിട്ട് ഇങ്ങനെ ഇടാൻ പോകുന്നില്ല. നമ്മൾ ആദ്യം കുറച്ച് വെള്ളം സ്പ്ലാഷ് ചെയ്ത് കൊടുക്കണം. ഞാൻ ബോട്ടിലെടുത്തിട്ട് കുറച്ച് സ്പ്ലാഷ് ചെയ്ത് കൊടുത്ത് 1 ബക്കറ്റ് ഇത് മണ്ണെടുത്തിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം. ഇത്രയും മതി. എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. നമ്മൾ റെഡ് കൗബീനെടുത്ത് ഇങ്ങനെ വെക്കണം. ഓരോരോ റെഡ് കൗബീന് വെക്കണം. പിന്നെയും മണ്ണിങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെയും നമ്മൾ 1 ടിഷ്യൂ എടുത്ത് വെക്കണം. ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത ടിഷ്യൂ ആണ് വെക്കുന്നത്, കാരണം ഓൾറെഡി അതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഇങ്ങനെ സ്പ്ലാഷ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് മെത്തേഡിൽ നടുക. എന്നിട്ട് നമ്മൾ ഒരു 1 ഡേ ഏറ്റവും കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ച് വെക്കണം. നമ്മൾ ഇങ്ങനെ പൊട്ടിക്കണം. എന്നിട്ട് ഇത് സെറ്റായി. അതേപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഗ്രീൻ ഗ്രാമാണ് ചെയ്യുന്നത്. സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ചായിട്ട് ഇത്രയും ഗ്രീൻ ഗ്രാം ഇടണം. കുറച്ച് മണ്ണിടണം. നമ്മൾ ബാക്കി ഗ്രീൻ ഗ്രാംസും ഇടണം. ഇങ്ങനെ ചെയ്യണം. പിന്നെ നമ്മൾ പിന്നെയും സോയിൽ ഇട്ട് വെക്കണം. നെക്സ്റ്റ് നമ്മൾ കുറച്ച് വാട്ടർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് തന്നെ നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കണം. നമ്മൾ സെയിം ചെയ്ത പോലെ തന്നെ പൊട്ടിക്കണം. എന്നാലേ ഇതിന് വളരെ ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ വെള്ളാടിയും റെഡി, രണ്ടും റെഡി. നെക്സ്റ്റ് ഒരു 5 ഡേയ്സോ അതൊരു 3 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ റിസൾട്ട് കാണാം. അപ്പോൾ ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഗ്രോത്ത് ഞാൻ ഓരോരോ ഡേയ്സ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ നട്ടെടുത്തതാണ്. അപ്പോൾ ഇതൊരു 3 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെ പൊങ്ങി വന്നത്. അപ്പോൾ ഞാനൊരു 3 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം റിസൾട്ട് എന്താണെന്ന്. അപ്പോൾ ബൈ.